അപ്പൊ ചങ്ങായിമാരെ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഏരിയ കണ്ടില്ല നിങ്ങള് ഫുള്ള് അലങ്കോലായി കിടക്കണം, കാട് പിടിച്ച് നിൽക്കണം. ഈ ഒരു കാലത്ത് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരുന്ന ഒരു ഏരിയ കേട്ടോ. നമ്മുടെ അക്കൂരത്തിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ല നിങ്ങള്. അതുപോലെ തന്നെ ഇവിടുത്തെ അരുവി, വെള്ളച്ചാട്ടം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കണം ഇപ്പൊ. അപ്പൊ ഇത് മൊത്തത്തിൽ വെട്ടി ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു കിഡിലൻ ഏരിയ ആക്കി മാറ്റാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അക്കൂരത്തിന് ലീക്കേജ് വന്നാണ്ട് നമ്മള് അതിന്റെ മീനിനെ മാറ്റിയിലാണ് ഈ അക്വറിയൊക്കെ ഇങ്ങനെ ആയത്. അപ്പൊ അതിന്റെ നമ്മളെ ഗൗരാമി മീൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൽ ഇതില് വെച്ചിട്ടാണ്. അപ്പൊ അതിനൊക്കെ ഈ നമ്മുടെ അക്വറിയത്തിലേക്ക് തന്നെ മാറ്റണം. അപ്പൊ ആദ്യം അതിന്റെ ലീക്കേജ് മാറ്റി, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്ക് അടിപൊളി ഏരിയ ആക്കി മാറ്റണം കേട്ടോ. ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുക, ഫുള്ള് വെട്ടിയാണ്ട് ഒതുക്കുകയാണ്. ഒരു സംഗതി ഇല്ലാതെ നമുക്ക് വെട്ടി ഒഴിവാക്കിയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പം വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളി. അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യണം കേട്ടോ. വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്കും ഹൈപ്പും ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് മൊത്തം വെട്ടി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് കൊത്തിയെടുക്കണം. ഇവിടെയുള്ള എല്ലാ സാധനവും, ഒരുപാട് മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് കൊത്തി ഒഴിവാക്കട്ടോ. അപ്പോൾ അതാ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പുല്ലും കാര്യങ്ങളും ചെടികളൊക്കെ ചെത്തി ഒഴിവാക്കി ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു അക്വേറിയം കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഈ അക്വേറിയത്തിന് ചെറിയ ലീക്കേജ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അടക്കണം. അതുപോലെ തന്നെ കളർ കൊടുക്കണം. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു അക്വേറിയം ഒന്ന് ക്ലീൻ ആക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അക്വേറിയൊക്കെ ക്ലീൻ ആക്കി, അതുപോലെ തന്നെ അതിൻ്റെ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. ഇനി ഇതാ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന ഈ ഒരു പെയിൻറ്റ്, അതാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഈ കളർ ഇതാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ കളർ കൊടുത്തതിൻ്റെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയെടുക്കാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് വെള്ളം നിർത്തിയിട്ടുണ്ട്, ലീക്കേജ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മളതിൻ്റെ ഇടയിൽ ഈ ഒരു കട്ട ഇതുപോലെ നമ്മളൊരു ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു നടപ്പാത പോലെ രീതിയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വീഡിയോയിൽ ഒരുപാട് ലെങ്ത്താവും വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുണ്ടാക്കിയതാണ് ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ ഒരു 3-4 ദിവസം നമ്മളിങ്ങനെ ഈ ഇലകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ
അതിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അതിലുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ മീനിടുമ്പോൾ അതൊന്നും ബാധിക്കരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം മൊത്തം ക്ലീൻ ആക്കി എടുക്കട്ടോ, ഫുൾ ഒഴിവാക്കിയെടുത്ത് അതുപോലെ തന്നെ നമുക്ക് ഇനി പുതിയ വെള്ളം ഇതിലേക്ക് നിറക്കാം. അപ്പം ഇത് റിസു എൻ്റെ സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അതിൽ കളിച്ചിരിക്കുകയുണ്ടോ. അപ്പം ലാമിക്കും ഒരു ആഗ്രഹം അതിൻ്റെ ഒപ്പം കളിക്കണമെന്ന്. അപ്പം ലാമിയും പിന്നെ ഐസിയും എല്ലാവരും കൂടി അതിൽ കുറച്ച് നേരം കളിച്ചിരുന്നു കേട്ടോ. അങ്ങനതാ നമ്മുടെ ഗൗരാമിനെ ഇനി പിടിക്കാനുണ്ടാവും. വല ഇട്ടാണ്ട് നമുക്ക് ഗൗരാമിനെ പിടിച്ചിട്ട് നമ്മുടെ അക്വേറിയത്തിലേക്ക് മാറ്റാട്ടോ. അങ്ങനെ നമ്മൾ ഗൗരാമിനെ നമ്മൾ ഈ ഒരു അക്വേറിയത്തിലേക്ക് മാറ്റാൻ കേട്ടോ. കുറേ കാലമായിട്ട് അവൻ ആ ഒരു ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ നമുക്ക് അവനെ ഈ ഒരു അക്വേറിയത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സാധനം, കണ്ടല്ലേ. അപ്പം താൽക്കാലികമായിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് നമ്മുടെ ഗാർഡൻ ആ ഭാഗത്ത് പേൾ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളി ആക്കിയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ യൂസ് ചെയ്യാതെ നിന്ന് ആകെ വൃത്തികേടായിരുന്ന ആ ഒരു അക്വേറിയമാണ് നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതല്ല മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ആ ഒരു ഏരിയ അവിടെ നമുക്ക് അടിപൊളിയാക്കി എടുക്കണം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും അടിക്കട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എന്തായാലും നിങ്ങൾ ഹൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം ഉടനെ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം ബൈ.